ഇന്ന് ലോക അഭയാർത്ഥി ദിനമാണ്. ഈ ദിനത്തിലെങ്കിലും നമ്മൾ ഈ യുദ്ധത്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ നിരർത്ഥകതയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അഭയാർത്ഥികൾ അന്യവൽക്കരണത്തിൻ്റെ പര്യായം. ഭരണകൂടങ്ങൾ തീർക്കുന്ന ക്രൂരതയിൽ വേരറ്റലയുന്നത് 1.23 ലക്ഷം പേരാണ്. ഇന്നത്തെ ലോക അഭയാർത്ഥി ദിനം കടന്നുപോകുന്നത് ഗാസയിലും സിറിയയിലുമടക്കം ആയിരങ്ങളുടെ വിലാപങ്ങൾക്ക് ഇടയിലൂടെയാണ്. ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയെന്നതാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. സ്വന്തം നാട് വിട്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അഭയം പ്രാപിച്ചത് 123 ദശലക്ഷത്തിലധികം പേർ. 47 ദശലക്ഷത്തിലധികം കുരുന്നുകളുടെ ബാല്യമാണ് സുരക്ഷിതമായ ഇടം തേടിയുള്ള പലായനത്തിൽ ബലിയർപ്പിക്കപ്പെട്ടത്. വംശം, മതം, ദേശീയത, ആഭ്യന്തര യുദ്ധം എന്നിവ വരുത്തിവെച്ച കെടുതികളാൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവർ. ഇസ്രായേൽ ആക്രമണത്തിൽ കൊടും പട്ടിണിയിലേക്ക് വീണ ഗാസയിൽ നിന്ന് ജീവനും ഭക്ഷണത്തിനും വേണ്ടി അഭയകേന്ദ്രങ്ങൾ തേടിയുള്ള പലായനത്തിലാണ് പലസ്തീനികൾ. ഇസ്രായേലിന്റെ മനസ്സുമരവിക്കുന്ന ക്രൂരതകൾക്കു മുൻപിൽ നിശബ്ദരായിരിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം. 2024 അവസാനത്തോടെ കുടിയേർക്കപ്പെട്ടവരിൽ 1/3 അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, സിറിയ, യുക്രൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. നിലവിൽ ഏറ്റവും വലിയ കുടിയേറ്റ പ്രതിസന്ധി നേരിടുന്ന രാജ്യം സുഡാനാണ്. സുഡാനിൽ നിന്ന് ഏകദേശം 14.3 ദശലക്ഷം ആളുകൾ പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ട്. സിറിയയിലെ സായുധ സംഘർഷം മൂലം പലായനം ചെയ്യപ്പെട്ടവരുടെ എണ്ണം 13.5 ദശലക്ഷമാണ്. അഫ്ഗാനിസ്ഥാനിൽ 10.3 ദശലക്ഷം പേരും യുക്രൈനിൽ 8.8 ദശലക്ഷം പേരും പലായനം ചെയ്തു. വർഗീയ ആഭ്യന്തര യുദ്ധത്താൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അഭയാർത്ഥി പ്രശ്നം ഏറെ തീക്ഷ്ണമാണ്. ക്യാമ്പുകളിൽ കഴിക്കാൻ ഭക്ഷണമില്ലാതെ സ്വന്തം നാട്ടിൽ പോലും അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ജനങ്ങളുടെ ദയനീയാവസ്ഥ നിരന്തരം നാം കേൾക്കേണ്ടി വരുന്നു. നിരന്തരം പീഡനം നേരിട്ട റോഹിംഗ്യൻ ജനത മ്യാൻമറിലെ റാഗയിൽ നിന്ന് 2017 മുതൽ അതിർത്തി കടന്ന് അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് കുടിയേറി. 2015 ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഗ്രീസിലേക്കുള്ള യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടു മരിച്ച ഐലൻ കുർദിയെയും കുടുംബത്തെയും ഇന്നും ലോകം മറന്നുകാണില്ല. സംഘർഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നിയമപരമായ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നവരാണ് അഭയാർത്ഥികൾ. താൽക്കാലിക അഭയകേന്ദ്രങ്ങളല്ല അവർക്കായി ഒരുക്കേണ്ടത്. നാം അനുഭവിക്കുന്ന അടിസ്ഥാന അവകാശങ്ങൾ അവർക്കു കൂടി ലഭിക്കണമെന്ന് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നു. ശ്രുതി AR, കൈരളി ന്യൂസ്.